ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെയാണ് റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ട് കിടന്നുറങ്ങുക ഇതിനെക്കുറിച്ചിട്ടാണ് അറിയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് ഒരു 15 മിനിറ്റ് വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. എല്ലാവർക്കും മോർണിംഗ് റൊട്ടീനെ കുറിച്ചിട്ട് വളരെയധികം അറിവുകളുണ്ട്. എന്നാൽ ഈവനിങ് റൊട്ടീൻ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ റൊട്ടീൻ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈവനിങ് മുതൽ തന്നെ നമ്മളൊരു ഈവനിങ് റൊട്ടീൻ പ്ലാൻ ഇടണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന പ്രൂവ് ചെയ്തിട്ടുള്ള 5 സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു മനുഷ്യനാവാനാണോ ആഗ്രഹം, അങ്ങനെ നിങ്ങൾക്ക് ആയി മാറാൻ കഴിയും. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് മുൻപ് സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം ഓഫായി പോകും. അതാണ് കോൺഷ്യസ് മൈൻഡ്. എന്നാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അത് അതിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഒരു ദിവസം പോലും ലീവില്ല, ഒരു നിമിഷം പോലും ലീവില്ല. അതായത് 365 ദിവസവും ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂറും അത് ഒരു വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഉൾമനസ്സ്. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിനോടും 95 to 99% നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് സയന്റിഫിക് സ്റ്റഡീസിലെല്ലാം പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള മേജർ ഡിസിഷൻസ് എല്ലാം ഉണ്ടല്ലോ, ഇതൊന്നും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അല്ല സ്വീകരിക്കുന്നത്. ഇത്തരം ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡിനേക്കാൾ 100% കൂടുതൽ പവർഫുള്ളുമാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഹാബിറ്റ് ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ചില എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ വളരെ കോൺഷ്യസ്ലി നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മളത് പഠിച്ചതിന് ശേഷം ഒരുപാട് അഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കണം. ഇത് നിങ്ങൾ ചെറിയ വയസ്സിലെല്ലാം അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ട് ചെയ്യുകയായിരുന്നു. അതായത് നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യണമായിരുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മറന്നു പോകുമായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. ആദ്യം ബ്രഷ് എടുക്കണം, അത് വെള്ളം കൊണ്ട് കഴുകണം, അതിലേക്ക് പേസ്റ്റ് തേക്കണം, പിന്നെ അതുകൊണ്ട് ബ്രഷ് ചെയ്യണം, പിന്നെ അതിനുശേഷം വീണ്ടും ബ്രഷ് കഴുകണം, വായ കഴുകണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളായി നിങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്തത്. എന്നാൽ പിന്നെ നിങ്ങളിത് പോകെ പ്രാക്ടീസ് ചെയ്തിട്ട് പതുക്കെ അതൊരു സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവിറ്റി ആയിട്ട് മാറും. പിന്നെ നിങ്ങൾ എഴുന്നേറ്റാൽ മതി, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബ്രഷിലേക്ക് പോകുന്നു, നിങ്ങൾ പേസ്റ്റ് തേക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് വേറെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടോ വേറെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടോ ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ അതൊരു സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവിറ്റിയായി മാറിക്കഴിഞ്ഞു. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ. നിങ്ങളൊരു പാട്ടിനെ ഒരു 4-5 തവണ വീണ്ടും കേട്ടുകൊണ്ടേയിരുന്നാൽ പിന്നെ നിങ്ങൾ ആ പാട്ട് ഓഫ് ചെയ്താലും നിങ്ങളുടെ മനസ്സ് ആ പാട്ടിനെ പാടിക്കൊണ്ടേയിരിക്കും. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിംഗ് എവിടെയാണ്, ക്ലച്ച് എവിടെയാണ്, ഗിയർ എവിടെയാണ്, ബ്രേക്ക് എവിടെയാണ്, ആക്സിലറേറ്റർ എവിടെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കോൺഷ്യസ്ഡ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും അവിടേക്കൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മളത് ചെയ്യുകയുള്ളൂ. എന്നാൽ ഡ്രൈവിംഗ് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി നമ്മുടെ കൈകാലുകൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നത്. നമ്മൾ ശ്വസിച്ചില്ലെങ്കിൽ മരിച്ചു പോകും എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ശ്വസിക്കണം അല്ലെങ്കിൽ മരിച്ചു പോകും. ഇതിനെക്കുറിച്ച് നമുക്ക് ഓരോ സെക്കൻഡിലും ഓർമ്മിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇത് ഉപബോധ മനസ്സുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആയത് കാരണത്താൽ അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നു. ആദ്യമായിട്ട് ഒരാൾ കിച്ചണിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി എടുക്കണം, ഗ്യാസിൽ വെക്കണം, തീ കൊടുക്കണം, എണ്ണ ഒഴിക്കണം, കടുക് പൊട്ടിക്കണം, ഇതൊക്കെ ബോധപൂർവ്വം ചിന്തിച്ച് ചെയ്യേണ്ടി വരും. എന്നാൽ സ്ഥിരമായി കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതെല്ലാം ഒരു ഓട്ടോമാറ്റിക് ആക്ടിവിറ്റി ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവിറ്റീസ് ആണ്. എനിക്ക് നവംബർ 8-ാം തീയതി എൻ്റെ ഫ്രണ്ടിന്റെ പിറന്നാളിന് പോകണം. ഞാൻ പോകുന്നത് പച്ച ഡ്രസ്സ് ഇട്ടിട്ടാണ്, കാറിലാണ് പോകുന്നത്. അവിടെ പോയതിനു ശേഷം ഡിന്നർ കഴിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം സബ് കോൺഷ്യസ് പ്ലാനിംഗ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ശരി ഏതാണ്, തെറ്റേതാണ്, നല്ലത് ഏതാണ്, മോശം ഏതാണ്, ഇങ്ങനെയുള്ള യാതൊരു വകതിരിവും ഇല്ല. നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കും. അത് കാരണത്താൽ നിങ്ങളുടെ ഉൾമനസ്സെന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമാണ്. നിങ്ങൾ എങ്ങനെ അതിന് പ്രോഗ്രാം ചെയ്യുന്നോ അതിനനുസരിച്ച് അത് മാറും. ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ജീവിച്ച ശീലങ്ങൾ, ഹാബിറ്റുകളെല്ലാം കാരണത്താൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ പറ്റും, റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന 5 ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും രാത്രി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് പുതിയ രീതിയിലേക്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ശരി, ഇപ്പം നമുക്ക് ഈ 5 സീക്രട്സ് എന്താണെന്നുള്ളത് നോക്കാം. നമ്പർ 1, പ്ലാൻ ദ ഡേ. അതായത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നാളെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് മുഴുവൻ പ്ലാൻ ചെയ്യണം. അതായത് നാളെ രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതിൻ്റെ എല്ലാം ഒരു പ്ലാൻ, ഒരു രൂപരേഖ ഉണ്ടാക്കണം. നിങ്ങൾ എത്ര മണിക്ക് എണീക്കണം,
എണീച്ചുടനെ ചെയ്യേണ്ട കാര്യം എന്താണ്, പിന്നെ എന്തെല്ലാം ഇമ്പോർട്ടന്റ് ടാസ്കുകളുണ്ട്, ഇതെല്ലാം അതിൽ നോട്ട് ചെയ്യണം. ടീം ഫെറിസ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ദിവസത്തിലെ മോർണിംഗിനെ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ദിവസത്തിനെ മുഴുവൻ ജയിക്കാൻ കഴിയൂ. എന്നാൽ അതിനേക്കാൾ വലിയൊരു റിയാലിറ്റി എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്കൊരു മോർണിംഗ് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ തലേ ദിവസത്തെ ഈവനിങ്ങിനെ വിൻ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു മോർണിംഗ് പെർഫെക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ മോർണിംഗ് മുതൽ രാത്രി വരെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് തലേ ദിവസം വൈകുന്നേരം തന്നെ ചെയ്തു വെക്കണം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് എല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ നാളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധ വേണം. വെറുതെ രാവിലെ എണീക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ എഴുതി വയ്ക്കുകയല്ല. ഒരു ദിവസത്തിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വലിയ വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കാറ്റഗറി ആയി തിരിച്ചിട്ട് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പ്ലാൻ വേണം ചെയ്യാൻ. നിങ്ങൾ ഇത് തലേ ദിവസം തന്നെ പ്ലാൻ ഇട്ട് വെച്ചാൽ എന്താ ഗുണം എന്നറിയോ? നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് പുതിയ കാര്യങ്ങൾ പരിശീലിപ്പിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനകത്ത് മാറ്റങ്ങൾ പലതും സംഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇത് കുറച്ച് പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? നമുക്കതിനു വേണ്ടി കൃത്യമായൊരു ഡയറക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? മൈൻഡ് സെറ്റ്, മോട്ടിവേഷൻ, മെത്തേഡ്സ് എന്നിവയിലെല്ലാം ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിക്കാൻ കഴിയും. ഇത് ഞാൻ പറയുന്നതല്ല, പ്രശസ്ത ഓഥർ ജിം ക്വിക്ക് പറയുന്നതാണ്. അദ്ദേഹം തന്റെ ലിമിറ്റ്ലെസ് എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ നിങ്ങൾ അന്വേഷിച്ച് നടന്ന ആ ടെക്നിക്സ്, അതാണ് ഈ പുസ്തകം എന്ന് പറയാം. ഈ പുസ്തകം ഞാൻ വായിച്ചതൊന്നുമല്ല, കുക്കു FM-ൽ നിന്ന് ഓഡിയോ ബുക്കായിട്ട് കേട്ടതാണ്. കുക്കു FM ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. സൈക്കോളജി, ഹാബിറ്റ്സ്, മോട്ടിവേഷൻ, ഫിനാൻഷ്യൽ, ബയോഗ്രഫി, നോവൽസ്, റിലേഷൻഷിപ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റുകളിലുള്ള നിരവധി ബുക്കുകളാണ് ഈ കുക്കു FM-ൽ ഓഡിയോ ബുക്കായി നമുക്ക് അവൈലബിൾ ആകുന്നത്. 10,000-ലധികം മണിക്കൂറുകൾ കേൾക്കാനുള്ള ഓഡിയോ ബുക്സ് ആണ് ഈ കുക്കു FM-നകത്ത് ഉള്ളത്. അതും ഇന്ത്യയിലെ പ്രമുഖ ലാംഗ്വേജുകളിലെല്ലാം ഉണ്ട്. മാത്രമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസം ₹1 മുടക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ഓഡിയോ ബുക്സിന്റെ ആക്സസ് ലഭിക്കുന്നത്. വാസ്തവത്തിൽ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് ₹399. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതും 50% ഡിസ്കൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് വെറും ₹199 ലഭിക്കുന്നതാണ്. ഒരു തവണ നിങ്ങൾ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഇതിലെ എല്ലാ ബുക്കുകളും ആക്സസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, മലയാളത്തിലും മറ്റ് പല ഭാഷകളിലും നിത്യേന ഇതിൽ പുതിയ ബുക്കുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, കുക്കു FM ഈ സ്പെഷ്യൽ ഓഫറോട് കൂടി ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിൻഡ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ കം ബാക്ക് ടു ദ വീഡിയോ. നമ്പർ 2, റിവ്യൂ യുവർ ഗോൾസ്. നമ്മൾ റിപ്പീറ്റഡായി നമ്മുടെ മനസ്സിനോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൾമനസ്സ് അതിനെ സ്വീകരിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് റീപ്രോഗ്രാമിംഗ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിനകത്ത് വിചാരിക്കുകയും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുകയും അത് വീണ്ടും വീണ്ടും ചെയ്യുകയും വേണം. നമ്മൾ കാർ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് തുടക്കത്തിൽ അത് ഒരുപാട് തവണ അഭ്യസിച്ചത് കാരണത്താലല്ലേ അത് നമ്മുടെ ശീലമായി ഓട്ടോമാറ്റിക്കായി മാറിയത്. നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം ചെയ്യുന്നു. ഇതേപോലെയാണ് നിങ്ങളുടെ ഗോൾസ് ആൻഡ് ഡ്രീംസ് എല്ലാം പ്ലാൻ ചെയ്യേണ്ടത്. വെറുതെ ഞാനൊരു ബിസിനസ്മാൻ ആകണം എന്ന് വിചാരിച്ചാലൊന്നും ബിസിനസ്മാൻ ആകില്ല. അത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, അതെല്ലാം നടക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും വേണം. സക്സസിന് വേണ്ടി നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോളിനെ നിങ്ങൾ വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഒരു ജേർണൽ, ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡയറി സ്റ്റാർട്ട് ചെയ്യാം. അതിലെല്ലാം ഇത് എഴുതി വെക്കുകയും വേണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗോൾ നടന്നതായിട്ട് ഇമാജിൻ ചെയ്ത് അതിനെ കണ്ടുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണോ ആ ഗോളിനെ കുറിച്ച് നിങ്ങൾ നല്ല ശബ്ദത്തിൽ സംസാരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര തവണ ഒരു കാര്യം റിപ്പീറ്റഡായി നിങ്ങളുടെ മനസ്സിനോട് പറയുന്നോ അത്രയധികം നിങ്ങളുടെ ഉപബോധ മനസ്സത് വിശ്വസിക്കും. പിന്നെ അത് യാഥാർത്ഥ്യമായി മാറും. അതും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് സെറ്റ് ആകും. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗോൾസിനെ കുറിച്ചും പ്ലാനുകളെ കുറിച്ചുമാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് അതിലേക്ക് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് ഈ വൈകുന്നേരം ചെയ്യാൻ പറയുന്നതെന്നോ? നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഉറങ്ങിപ്പോകും. നിങ്ങളുടെ ഉപബോധ മനസ്സ് മാത്രം ഈ കോൺഷ്യസ് മൈൻഡിന്റെ ശല്യമൊന്നുമില്ല, അത് ഉണർന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിങ്ങിലേക്ക് കൺവെർട്ട് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കൂ. രാവിലെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നമ്പർ 3, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്.
എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ഇരിക്കുക. ഇത് വളരെ വലിയൊരു പ്രാക്ടീസ് ആണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഓതേഴ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായ ഒരു മെസ്സേജ് അയക്കാം, ഒരു ഇമെയിൽ അയക്കാം, നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, മറ്റ് റിലേറ്റീവ്സ്, ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും അയക്കാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള നിങ്ങളുടെ പാർട്ട്ണർ, മക്കൾ, അച്ഛൻ, അമ്മ, ആരോടും ആവാം. ഇങ്ങനെ എല്ലാവരോടും നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യത്തിന് താങ്ക്സ് പറയണം. ഒരു താങ്ക്ഫുൾനെസ് ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ട് വേണം ഇത് പറയാൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ നന്ദി പറയുന്നത്? ഒരു ദിവസം നല്ല രീതിയിൽ കടന്നു പോയെങ്കിൽ അത് നമ്മുടെ മാത്രം കഴിവ് കൊണ്ടൊന്നും അല്ല. ഇവരുടെ എല്ലാം ഒരു പങ്ക് നമ്മുടെ ഒരു നല്ല ദിവസത്തിന് പിന്നിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അതും പ്രത്യേകിച്ച് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ സക്സസിനെ നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അത് കാരണത്താൽ നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിനോടും ഒരു താങ്ക്ഫുൾ ഫീലിംഗ് സൃഷ്ടിക്കാൻ ശ്രമിക്കൂ. നമ്പർ 4, ആസ്ക് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഫോർ ആൻസേഴ്സ്. ഏതൊരു ചോദ്യമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ആ ചോദ്യം ചോദിക്കണം. ഗ്രേറ്റ് സയന്റിസ്റ്റായ തോമസ് ആൽവ എഡിസൺ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് റിക്വസ്റ്റ് വെക്കാതെ നിങ്ങൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉറങ്ങിയതിന് ശേഷമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ആക്റ്റീവായിരിക്കുന്നത്. എന്നും വിഷമത്തോടുകൂടി, ശോകത്തോടെ, പരാതിയോടെ നമ്മൾ ഉറങ്ങാൻ പോകരുത്. ഇന്നത്തെ ദിവസം ആകെ പോക്കായിരുന്നു, നാളെ എനിക്ക് കുറെ ബില്ലുകൾ അടയ്ക്കാനുണ്ട്, ഇങ്ങനത്തെ ടെൻഷനൊന്നും കൊണ്ടുപോയി ഉറങ്ങരുത്. ഇന്നത്തെ ഒരു ദിവസം എത്ര വേസ്റ്റ് ആയിരുന്നാൽ പോലും നാളത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഞാൻ പെർഫെക്റ്റ് ആക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്ലാനോടുകൂടി വേണം നമ്മൾ ഉറങ്ങാൻ. അതായത് സൊല്യൂഷൻ ബേസ്ഡ് തിങ്കിങ് ആയിരിക്കണം രാത്രി നിങ്ങൾ ചെയ്യേണ്ടത്. ശരി, നിങ്ങൾക്കൊരു സാമ്പത്തിക ഞെരുക്കുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ എങ്ങനെ പുതിയ ബിസിനസ് ആരംഭിക്കാം, കൂടുതൽ മണി എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, അതിനെന്തെല്ലാം മെത്തേഡുകളാണ് ഈ ലോകത്തിലുള്ളത്, അതിലേതൊക്കെ എനിക്ക് പറ്റും, ഞാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ പ്ലാനിങ് വേണം ചെയ്യാൻ. ഇങ്ങനെ സൊല്യൂഷൻ ബേസ്ഡ് തിങ്കിങ് നിങ്ങൾ പഠിക്കണം. അത് ഉപബോധ മനസ്സിനോട് വളരെ ശക്തമായിട്ട് പറയുകയും വേണം. പ്രോബ്ലത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷനാണ് ഉള്ളത്, ഏതെല്ലാം തരം സൊല്യൂഷൻസ് ഉണ്ട്, ഏതാണ് എനിക്ക് പറ്റുക, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടാകും. എന്താണെന്നറിയോ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഉപബോധ മനസ്സിനോട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ച് കിടന്നാൽ നിങ്ങൾ ഉറക്കത്തിൽ രാത്രിയൊക്കെ ഉണരില്ലേ, ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ആൻസർ മനസ്സിൽ മിന്നിമറിയുന്നതായിട്ട് കാണാൻ പറ്റും. പൊതുവെ ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. പൊതുവെ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, രാത്രിയിൽ ഉണരുന്ന സമയത്ത് പല ചോദ്യങ്ങൾക്കും ആൻസർ കിട്ടും, കുളിക്കുന്ന സമയത്ത് പല ചോദ്യങ്ങൾക്കും ആൻസർ കിട്ടും, അല്ലെങ്കിൽ ഒരു വാക്കിംഗ് പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴോ ഉപബോധ മനസ്സിന് ചോദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപബോധ മനസ്സ് ചില സമയങ്ങളിൽ നിങ്ങൾ നല്ല റിലാക്സ് ആകുമ്പോൾ അതിന്റെ ഉത്തരം തരും. രാത്രി പരാതികളും പരിഭവങ്ങളും കൊണ്ട് ഉറങ്ങാതെ ഉപബോധ മനസ്സിന് എന്തെങ്കിലും ചിന്തിക്കാനുള്ള ചോദ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഉറങ്ങൂ, എങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ചോദ്യം ചോദിക്കാൻ മാത്രമേ പാടുള്ളൂ. നിങ്ങൾ കോൺഷ്യസ്ലി ആൻസർ തേടാനൊന്നും പോകരുത്. ഉപബോധ മനസ്സിനോട് ഏറ്റവും നല്ല ബിസിനസ് ഏതാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ എന്ത് വിഷയത്തിലും നിങ്ങൾക്ക് മനസ്സിനോട് ചോദ്യം ചോദിക്കാം. ഹെൽത്തിന്റെ വിഷയത്തിലാണെങ്കിലും ചോദിക്കാം. നിങ്ങൾ കോൺഷ്യസ്ലി ആൻസർ തേടാൻ പോകേണ്ട ആവശ്യമേ ഇല്ല. ചോദ്യം ചോദിക്കുക, അതിനെ വിടുക. ഉപബോധ മനസ്സ് അതിനുള്ള ഉത്തരം കണ്ടെത്തി കൊണ്ടുവന്ന് തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. ബാക്കി കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സ് നോക്കിക്കോളും. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ അന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നൊന്നും വിചാരിക്കരുത്. ഇത് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. പതുക്കെയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ രീതിയിലേക്ക് ട്രെയിനായി വരികയുള്ളൂ. നമ്പർ 5, ഹിപ്നോതെറാപ്പി. നിങ്ങളുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള, പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൽ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപബോധ മനസ്സിന്റെ ലാംഗ്വേജിൽ ഉപബോധ മനസ്സിനോട് സംസാരിക്കണം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഹിപ്നോതെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് ചില ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കി വെക്കുന്നു, അതിനുശേഷം ഉപബോധ മനസ്സിനെ ആക്റ്റീവ് ആക്കുന്നു. അങ്ങനെ ഉപബോധ മനസ്സിനോട് നേരിട്ട് പിന്നീട് സംസാരിക്കുന്നു. അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ വളരെ നല്ല സത്യസന്ധനായ ഒരു ഹിപ്നോതെറാപ്പി പ്രൊഫഷണലിനെ നിങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി അതിനൊന്നും വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഉപബോധ മനസ്സിനോട് സംസാരിക്കും. അതിനേക്കാളും നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ ആ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ആൾ നിങ്ങളോട് ഈ പ്രശ്നം പറയുന്ന സമയത്ത് നിങ്ങൾ അതിന് എന്താണ് മറുപടി കൊടുക്കുക, സൊല്യൂഷൻ കൊടുക്കുക. ആ സൊല്യൂഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ആ റെക്കോർഡ് നിങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ള നല്ലൊരു ട്രെയിനിങ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുക. ഞാൻ വളരെ ഹെൽത്തിയാണ്, എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, ഇങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് റീപ്രോഗ്രാമിംഗ് ആയി കിട്ടും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ 5 ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ കഴിയും.
ഈ 5 ടിപ്സും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ഒരുമിച്ച് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിക്ക് ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.